വൈറ്റമിൻ ഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള സിന്തസിസ് നടക്കുന്നത് സൺലൈറ്റ് തന്നെയാണ് നമുക്കറിയാം. അതിനുള്ള ടൈം മോർണിംഗ് 10 o'clock തുടങ്ങി ആഫ്റ്റർനൂൺ 3 o'clock വരെയാണ്. അപ്പൊ എന്താണ് ഈ ഒരു ടൈമിൽ മാത്രം അതിന്റെ അബ്സർപ്ഷൻ നടക്കുന്നത്? നമ്മുടെ സ്കിന്നിന് 2 ലെയേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്, എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ്. അപ്പൊ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഔട്ടർ ലെയറിംഗ് ആണ്, അതിന് തൊട്ട് താഴെയുള്ള ലെയർ ആണ് ഡെർമിസ് എന്ന് പറയും. അപ്പൊ ഈ സൺലൈറ്റിന്റെ റേസ് എപ്പിഡെർമിസ് കടന്ന് ഡെർമിസിലേക്ക് എത്തിച്ചേരുമ്പോൾ ഡെർമിസിലാണ് ഈ സിന്തസിസ് നടക്കുന്നത്. ആ ടൈമിൽ സൂര്യനിൽ നിന്നും വരുന്ന റേസ് ആണ് എപ്പിഡെർമിസ് കടന്ന് ഈ ഡെർമിസിൽ എത്തിക്കൊണ്ട് വൈറ്റമിൻ ഡി സിന്തസിസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളത്. അതിന് 10 o'clock തുടങ്ങി ആഫ്റ്റർനൂൺ 3 o'clock വരെയുള്ള ടൈമിൽ കുറച്ചൊക്കെ ഒന്നൊരു സൺലൈറ്റിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് നമുക്ക് വൈറ്റമിൻ ഡിയുടെ അളവ് കൂട്ടാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായി നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഒരു സോഴ്സ് സൺലൈറ്റ് എന്ന് മാത്രം നമുക്ക് എടുക്കാൻ പറ്റില്ല. തീർച്ചയായും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള സപ്ലിമെന്റ്, അതല്ലെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ കൂടെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. താങ്ക്